അപ്പോൾ ഇവിടെ നല്ല അയല പൊരിക്കും, വെളിച്ചെണ്ണയിൽ മുങ്ങി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അയല. അപ്പോൾ അത് നമ്മളെ പ്രിയ ചേച്ചിയാണ്. പ്രിയ ചേച്ചി ഇപ്പോൾ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? ഇന്ന് എന്തൊക്കെ മീനാണ് അവിടെ ഉള്ളത്? മത്തിയും അയലയുണ്ട്. ഇപ്പോൾ മത്തി ഇപ്പോൾ ഓൾറെഡി നമ്മളെ ചാള എന്ന് പറയുന്നത് ഇട്ടിട്ടുണ്ട്, അയലയുണ്ട് അല്ലേ? സ്ഥിരം ഉണ്ടായിരിക്കും ഇവിടെ. കടൽ മത്സ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് അല്ലേ? കടൽ മത്സ്യങ്ങൾ, അതിൽ മാക്സിമം മത്തി അയല തന്നെയായിരിക്കും ഉണ്ടാവുന്നത് അല്ലേ? നമ്മൾ സാധാരണക്കാരന് വേണ്ടി കഴിക്കുന്ന വലിയ വില കൂടുതലുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഉണ്ടാവും. നല്ല വിറകടുപ്പില് നന്നായിട്ട് കുക്കായിട്ടുള്ള നല്ല ബീഫ്. പുറത്ത് 80 രൂപ 100 രൂപ വരെ വാങ്ങിക്കുന്ന ബീഫ് ഇവിടെ 60 രൂപയ്ക്ക് കിട്ടും. നല്ല മത്തി പൊരിച്ചതും പപ്പടം, ചോറ്. ഇത് കാണുമ്പോ തന്നെ നമുക്ക് വയറ് നിറയും. ഇക്ക ഇവിടുത്തെ ഭക്ഷണത്തിനെ പറ്റിയിട്ട് ഇക്കാന്റെ അഭിപ്രായം നല്ലതാണ്. ഇവിടുന്നാണ് കഴിക്കാറുണ്ട്. അപ്പം 100% നമുക്ക് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാലോ അല്ലേ? ഇവിടുത്തെ ഈ ഇതില് ഏറ്റവും കൂടുതൽ ഇക്കൊക്കെ ഇഷ്ടപ്പെട്ടുള്ള എന്താണ്? അച്ചാറ് ഭയങ്കര ടേസ്റ്റ് ആണ്. പപ്പടത്തിനെ പറ്റി ഞാൻ ഇത്രയും വലിയൊരു പപ്പടം സാധാരണ ഇവിടെ കണ്ടിട്ടില്ല. കാരണം സാധാരണ എല്ലാ സ്ഥലങ്ങളിലും മാക്സിമം ചെറിയ പപ്പടമായിരിക്കും, ഇവിടെ വലിയ പപ്പടമാണ്. കൊടുക്കുന്ന പൈസക്കുള്ള മുതലുണ്ട്, അതിലും കൂടുതലാണ് അല്ലേ? അതിലും കൂടുതലാണ്. അതൊക്കെ കഴിച്ചോളി. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വനിതാ ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. 20 വർഷത്തോളമായിട്ട് നല്ല നാടൻ ചോറും പായസം അടങ്ങിയ നല്ല നാടൻ ചോറും മീൻ പൊരിച്ചതൊക്കെ കൊടുക്കുന്ന ഒരു നല്ലൊരു വനിതാ ഹോട്ടലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ, വിശേഷങ്ങൾ, സമയം ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫ്രണ്ടിൽ 2 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതുകൂടാതെ അകത്ത് ഒരു വീടാണിത്, അകത്ത് 2 പേർക്ക് 4 പേര് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ വരുന്ന ഹാളായിട്ട് വരുന്ന ഈ ഒരു പോർഷനിൽ പിന്നെ നേരെ വീടിലെ ഒരു കിച്ചൺ എന്നുള്ള രീതിയിലാണ് ഇവിടെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഇവിടെ ചോറ് കഴിക്കാനായിട്ട് കുറേ ചേട്ടന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല വലിയ പപ്പടമാണല്ലോ അല്ലേ ചേട്ടാ? ചെറുപ്പൊന്നുമില്ല, വലിയ പപ്പടമാണ്, വലിയ പപ്പടം. ചേട്ടാ ഇവിടെ സ്ഥിരം വരാറുണ്ടോ? എങ്ങനെയാണ് ഇവിടുത്തെ ഊണിന്റെ അഭിപ്രായം? ടേസ്റ്റുള്ള ഭക്ഷണം. ഇപ്പൊ പായസം അടക്കമുണ്ട്. പായസം, ഉപ്പേരി, അച്ചാറ്, ഒരു കൂട്ടുകറി, പിന്നെ സാമ്പാർ വേണമെങ്കിൽ സാമ്പാർ, പിന്നെ മീൻകറി വേണമെങ്കിൽ മീൻകറി ഉണ്ട്. അതിലൊരു മീൻ്റെ കഷ്ണം ഉണ്ട് അല്ലേ? വേറെ ഉണ്ട്. പിന്നെ അത് കൂടാതെ വലിയ പപ്പടം. ചേട്ടാ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണോ? സ്ഥിരം കസ്റ്റമറാ. എന്താണ് ഇവിടുത്തെ ഭക്ഷണത്തിനെ പറ്റി അഭിപ്രായം? അടിപൊളി ഭക്ഷണമാണ്. വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് അതേപോലെ തന്നെ. ഇവിടെ വേറൊരു ചേട്ടൻ സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ചേട്ടാ ഇവിടുന്ന് ഭക്ഷണം സ്ഥിരം കഴിക്കാറുണ്ടോ? എന്താണ് അഭിപ്രായം? നല്ല ഭക്ഷണമാണ്. അത് നമുക്ക് മറ്റുള്ളവർക്ക് എന്തായാലും പറയാമല്ലോ അല്ലേ, ഇങ്ങനെ ഒരു ഹോട്ടലിൽ ഇവിടെ ഉള്ള വിവരം. നമ്മളെ ബീഫ് റോസ്റ്റ് സെർവ് ചെയ്യാൻ പോവാണ്. അത്യാവശ്യം നല്ല വലിയ ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ ബീഫ് കൊടുക്കുന്നത് അല്ലേ ചേച്ചിയെ? ഇത് എത്ര രൂപയായി ബീഫിന്? 60 രൂപ. 60 രൂപയ്ക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ ബീഫ് ഇവിടെ കിട്ടും. പുറത്ത് 80 രൂപ 100 രൂപ വരെ വാങ്ങിക്കുന്ന ബീഫ് ഇവിടെ 60 രൂപയ്ക്ക് കിട്ടും. ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തില്ലേ ചേച്ചി? ഇതെന്ത് ഉപ്പേരിയാ? ഓലൻ. ഇന്നിവിടെ പച്ചടി, കായപ്പേരി, നാരങ്ങ അച്ചാറ്, പായസം ഉണ്ട്. ഇന്ന് എന്ത് പായസം ചേച്ചി? അരിപ്പായസം. അതായത് അരിപ്പായസം, അരിയും ശർക്കരയും ചേർന്ന പായസം. പിന്നെ വലിയൊരു പപ്പടം ഉണ്ടാവുമല്ലോ, രസമുണ്ട്. ആ വലിയൊരു പപ്പടം ഉണ്ടാവും. പിന്നെ അത് കൂടാതെ പിന്നെ വേറെ ഒന്നുണ്ടാവുക, രസം ഉണ്ടാവും അല്ലെ? രസം, പിന്നെ സാമ്പാറ്, മീൻകറി കഴിക്കുക. രണ്ടുണ്ട്. അപ്പൊ ഇത്രയും ഹെവി ആയിട്ടുള്ള ചോറാണ് കൊടുക്കുന്നത്. അവർക്ക് എടുത്ത് കഴിക്കാം. അപ്പൊ ഇവിടെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉപ്പേരി, ഓംലെറ്റ്. ഇവിടെ ചേച്ചി മീൻ പൊരിച്ചോണ്ടിരിക്കുന്നു ഇവിടെ.
എല്ലാരും തിരക്കിലാണ്, ഭക്ഷണത്തിന്റെ തിരക്കില്. ഇത് നമ്മളെ ആസാദിക്കാണ്. ആസാദിക്ക നമസ്കാരം. ഇവിടുന്നാണോ ഭക്ഷണം കഴിക്കാറ്? ഇവിടുത്തെ ഭക്ഷണത്തിനെ പറ്റിയിട്ട് അഭിപ്രായം എന്താണ്? ഭക്ഷണത്തിനെ പറ്റി നല്ല അഭിപ്രായം തന്നെയാണ്. നല്ല ഫുഡാണ്, ലേഡീസ് അല്ലേ ഇതെല്ലാം, ഫുഡെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കൊടുക്കുന്നതും കഴിക്കുന്നവർക്കും ഒരു തൃപ്തിയാണ്. അതാണ് ഏറ്റവും വലിയ ഇത്. ഇവിടുത്തെ ഈ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏതാണ്? ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ കൂട്ടുകറികളൊക്കെ നല്ല സാമ്പാറ്, മീൻകറി, പപ്പടം, പിന്നെ സ്പെഷ്യലായിട്ട് അച്ചാറ്, പായസം കൂട്ടിയുള്ള ഊണ്. വയറ് നിറയും. പിന്നെ വയറ് നിറയും, മനസ്സെന്ന് അറിയും. അതാണല്ലോ ഏറ്റവും വലുത്. വയറ് നിറയുന്നതിനെക്കാട്ട് നല്ലത് മനസ്സ് നിറയുന്നല്ലേ. മനസ്സോടുകൂടിയല്ലേ ഒരു തരുന്നത്. നമ്മളെ ഈ വനിതാ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇത് പൊന്നാനി ചമ്രവട്ടത്തു നിന്ന് വരുന്ന വഴിയാണ്. ചമ്രവട്ടം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ തിരൂരിലോട്ട് പോകുന്ന വഴിയിൽ കുറച്ച് ചമ്രവട്ടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ വന്നു കഴിയുമ്പോഴാണ് നമ്മളെ ഈ വനിതാ ഹോട്ടൽ, രുചി വനിതാ ഹോട്ടൽ, കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഇത് വരുന്നത്. ഇത് ഏകദേശം ഒരു 20 വർഷത്തോളമായിട്ട് ഇവിടെ നല്ല നാടൻ ചോറും മീൻ പൊരിച്ചതൊക്കെ കൊടുക്കുന്ന നല്ല ഒരു ഹോട്ടലാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ വനിതാ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് പൊന്നാനിയാണ്. പൊന്നാനി ചമ്പ്രോട്ട ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നരിപ്പറമ്പിലോട്ട് പോകുന്ന വഴി, ആ തുടക്ക സിഗ്നൽ കഴിഞ്ഞ് ഏകദേശം ദേവക്ഷേത്രം എത്തുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. ലൊക്കേഷൻ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. ഏറ്റവും നല്ല ഊണ് കിട്ടുന്നതാണ്. വലിയ പപ്പടം, നമുക്ക് കൂട്ടുകറികൾ, സാമ്പാർ, മീൻകറി, രസമുണ്ട്, പായസം അടക്കമുള്ള ഊണാണ്. അപ്പോൾ ഈ വീഡിയോസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.